ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്ന കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളെ എങ്ങനെ മേക്കപ്പ് ചെയ്ത് നമ്മൾ പ്രോഗ്രാമിന് കൊണ്ടുപോകാം, നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കളെ ഞാനൊരു ഫോക്ക് ഡാൻസ് കോമ്പറ്റീഷന് എങ്ങനെ ഒരുക്കിയെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ബേസിക്കായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടത്, പിന്നെ നമുക്ക് ഇപ്പം അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളുമൊക്കെ നമുക്ക് തൊട്ടടുത്ത് നിന്നുള്ള ഷോപ്പിൽ നിന്ന് റെൻറ്റിനെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാനിപ്പം കോസ്റ്റ്യൂമും അതുപോലെ തന്നെ ഓലക്കുട, ഉടുക്ക് ഇതൊക്കെ നമ്മൾ കോട്ടയത്ത് നിന്ന് തന്നെ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ റെൻറ്റിനെടുക്കുക ചെയ്തത്. അപ്പം ബേസിക്കായിട്ട് മേക്കപ്പ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ, അതായത് ഈ ഫോക്ക് ഡാൻസിന് മറ്റും മേക്കപ്പ് കോസ്റ്റുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതായത് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റേറ്റാണ് വരുന്നത്. അപ്പം നമുക്കിത് അറിയാമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്കത് വലിയ ഒരു ടഫായിട്ട് തോന്നിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് കാണിച്ചു തരാവേ. അപ്പം ഇതിന് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു സംഭവമാണ് വേണ്ടത്. നമ്മൾ മേക്കപ്പിന് ഒരുക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന കടയിൽ കിട്ടുന്നതാണ് ഒരു സ്റ്റിക്കാണ് കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ യൂസേജിൻ്റെ കാര്യം കാരണമാണ് ഈ കളറിലിരിക്കുന്നത്, ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 27 ആണ്. അപ്പോൾ 27 ആണ് ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ്. അപ്പോൾ ഈ ഷെയ്ഡ് തന്നെയുള്ള പാൻ കേക്ക് നമ്മൾ വാങ്ങണം. നമ്പർ 27 കണ്ടോ, നമ്പർ 27ൻ്റെ ഒരു പാൻ കേക്ക് നമ്മൾ മേടിക്കണം. ഈ 27 ഷെയ്ഡ് തന്നെ ഉള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നോർമലി എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു ഷെയ്ഡാണ് 27. ഇപ്പോൾ എൻ്റെ പിള്ളേർക്ക് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒത്തിരി എന്താ വെച്ചാൽ കുറച്ച് നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കുറച്ച് പ്രൊജക്ഷനിൽ കിട്ടണമല്ലോ. അപ്പം 27 ഓൾമോസ്റ്റ് എല്ലാവർക്കും പറ്റുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ വേണ്ടത് ഒരു യെല്ലോ പാൻ കേക്കാണ് വേണ്ടത്. അതായത് നമുക്ക് മേക്കപ്പ് സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും യെല്ലോ പാൻ കേക്ക്. അത് ഈ പാൻ കേക്ക് എന്താ പറയുക, അത് നമുക്ക് ഈ രണ്ട് പാൻ കേക്കാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പം ഈ 27 പാൻ കേക്കും വേണം. പിന്നെ യെല്ലോ പാൻ കേക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ മെയിനായിട്ട് ഈ സ്റ്റിക്കാണ് വേണ്ടത് കേട്ടോ. പിന്നെ വേണ്ടത് ഇതൊരു മേക്കപ്പ് സെറ്റിംഗ് കോമ്പാക്ട് പൗഡറാണ്. ഇതൊരു ഗോൾഡ് കളറിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും വേണം. ഇത് ഗോൾഡ് ഫിനിഷ്, നമ്മളിതിപ്പോൾ ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അതല്ല കോമ്പാക്ട് പൗഡറാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ വേണ്ടത് നോർമലി റെഡ് ലിപ്സ്റ്റിക്ക്, അതൊക്കെ തന്നെ ബ്ലഷായിട്ട് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഐലാഷസ് വാങ്ങിക്കണം. പിന്നെ നമുക്ക് പൊട്ട് വെക്കാനായിട്ട് ഒരു ബിന്ദി ഗമ്മുണ്ട് കേട്ടോ, അത് പ്രത്യേകം മേടിക്കണം. കാരണം നമ്മൾ ഈ ഫോക്ക് ഡാൻസിനൊക്കെ പോകുമ്പോൾ ഈ പൊട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് പൊട്ട് വെച്ച് കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ബിന്ദി ഗമ്മ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ പോകത്തില്ല. നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് ബിന്ദി ഗമ്മ് വരുന്നത്. ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഒരു ട്യൂബാണ് കേട്ടോ. ഇതിനെ തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു പശയാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ട്, അതായത് നമ്മൾ ഫോക്ക് ഡാൻസിന് വെക്കുന്ന പൊട്ട് അവിടെ തന്നെ അങ്ങനെ ഇരുന്നോളും, അത് പോകത്തില്ല, പൊളിഞ്ഞൊന്നും പോകത്തില്ല. പിന്നെ നമുക്കിതിനെ കുറിയൊക്കെ വരയ്ക്കണമെങ്കിൽ നമ്മൾ ഈ ശിങ്കാറിൻ്റെ ഇത് വെച്ച് വരച്ച് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മൾ വിയർത്ത് കഴിയുമ്പോൾ ഒലിച്ചു പോകും. അപ്പോൾ അതിന് നല്ലത് പെയിൻ്റാണ് കേട്ടോ. നമ്മൾ ഈ എന്താ പറയുക, അക്രലിക് പെയിൻ്റ് ഇല്ലേ, ട്യൂബിൽ വരുന്ന അല്ലെങ്കിൽ കുപ്പിയിൽ വരുന്നത്, ആ പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ പൊട്ടിൻ്റെ വൈറ്റ് ഇതൊക്കെ വരച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് പോകത്തില്ല. അപ്പോൾ നമ്മൾ കുറേ സമയം നമ്മൾ മേക്കപ്പ് ചെയ്ത് ഒരുങ്ങിയൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒലിച്ചു പോകാതിരിക്കാൻ അങ്ങനത്തെ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതുപോലെ നമുക്ക് വലിയ കോമ്പറ്റീഷൻ അല്ലെങ്കിലും സ്കൂൾ ലെവലിലുള്ള കോമ്പറ്റീഷനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ മോൾക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ അവൾക്ക് പ്രൈസും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമായി. കാരണം പ്രത്യേകിച്ച് ഞാൻ ഒരുക്കിക്കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ നന്നായിട്ട് കളിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഒരുക്കത്തിലും ഉണ്ട്, എല്ലാ കാര്യത്തിലുണ്ട്. അപ്പോൾ ഒരുക്കത്തിലും ഡാൻസിലും പെർഫോമൻസിലും എക്സ്പ്രഷനിലും എല്ലാം. ഫോക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തായാലും അവൾ നല്ലതായിട്ട് പെർഫോം ചെയ്തു. എന്തായാലും അവൾക്ക് പ്രൈസും കിട്ടി. വളരെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഒരുങ്ങുന്ന കാണിച്ചു തരാം. എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് രാവിലെ 9 o'clock റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അപ്പം നമ്മൾ ഞാനിപ്പോൾ കാണിച്ച പ്രോഡക്റ്റ്സ് വെച്ച് ഓരോരോ പാർട്സായിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഞാൻ എങ്ങനെ ചെയ്തതെന്നൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മോളുടെ ഹെയറാണ് ശരിയാക്കിയത് കേട്ടോ. എനിക്ക് ഹെയർ ആദ്യം കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഒരുക്കാനാണ് ഈസി. അപ്പോൾ ഞാൻ ഹെയർ ആദ്യം കെട്ടി വെക്കാനായിട്ട് നോക്കി. അപ്പം മുടി ഇതുപോലെ വട്ടക്കെട്ട് കെട്ടിയിട്ട് നമ്മൾ ബണ്ണൊക്കെ വെച്ച് കെട്ടത്തില്ല, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വട വെച്ചിട്ട് കെട്ടിയിട്ട് ഗ്രീൻ കളർ ഫ്ലവറാണ് വെച്ചത്. പിന്നെ എനിക്ക് ത്രൂഔട്ട് നമുക്ക് ഒരുക്കുന്ന എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മൾ ഒരുക്കുന്നതും വീഡിയോ എടുക്കലും കൂടെ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാനും ഇളയാൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഇളയാളെ ഞാൻ പുറത്തിട്ട് കഥ കടച്ചിട്ടാണ് ഇവളെ ഒരുക്കിയത്. അവളുണ്ടെങ്കിൽ ഈ മേക്കപ്പ് സാധനം എല്ലാം അവളും കൂടെ എടുത്ത് ഒരുക്കും. അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം ഏതെങ്കിലും ഒരെണ്ണം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് കാണിച്ച സ്റ്റിക്ക് നമ്മൾ 27 സ്റ്റിക്ക് കൊടുക്കുക. സ്റ്റിക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ 27 പാൻ കേക്ക്
കൊടുക്കുക. 27 പാൻ കേക്ക് നമ്മൾ വെള്ളത്തിൽ നനച്ച് മുക്കി മുക്കി വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്, സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് വെള്ളത്തിൽ നനച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ യെല്ലോ പാൻ കേക്ക് ഇതുപോലെ തന്നെ വെള്ളത്തിൽ നനച്ച് ഒപ്പി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ മേക്കപ്പിൻ്റെ പൗഡറുകൾ, മേക്കപ്പ് കോമ്പാക്റ്റ് പൗഡർ ഒരു ഗോൾഡൻ കളർ ഞാൻ കാണിച്ചില്ലേ, ഒരു മേക്കപ്പ് സെറ്റിങ് പൗഡർ, അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്ത് അത് കൊടുക്കുക. അത് ആ മേക്കപ്പ് സെറ്റിംഗ് പൗഡർ കൊടുത്തതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്കും ഇട്ട് പിന്നെ നമ്മൾ പിരികം എഴുതി കൊടുക്കുക, കണ്ണ് വരച്ച് കൊടുക്കുക. കണ്ണ് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പടരാതിരിക്കാനായിട്ട് ചെറുതായിട്ട് അതിൻ്റെ താഴെ കുറച്ച് പൗഡർ ഒപ്പി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ താഴെ നിന്ന് ഇങ്ങനെ പടർന്നു പോകും. ആ എഡ്ജും ഷാർപ്പ്നെസ്സിൻ്റെ അവിടെ പൗഡർ ഇട്ട് കൊടുക്കണം ചെറുതായിട്ട്. പിന്നെ നമ്മൾ ഐലാഷസ് ഒട്ടിക്കുക. പിന്നെ ഞാൻ കാണിച്ചില്ലേ ബിന്ദി ഗം, അത് വെച്ചിട്ട് നമ്മൾ പൊട്ട് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ ഒരു കുറി വരച്ചേക്കുന്നത് പെയിൻറ്റ് വെച്ചിട്ടാണ് വരച്ചേക്കുന്നത് കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണിക്കാത്തതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്, കാരണം എനിക്ക് ത്രൂ ഔട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, എന്നോട് ക്ഷമിക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അതല്ലെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ വേണമെങ്കിൽ ഞാൻ കുട്ടികളെ ഒരുക്കുന്നൊരു വീഡിയോ ഡീറ്റെയിലിംഗ് ആയിട്ട് മുഖത്ത് മാത്രം ഇടുന്നത് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം എനിക്കിത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും തോന്നിയില്ല. നമ്മൾ ആ പാൻ കേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും വെള്ളത്തിൽ നനച്ച് തൂക്കണമെന്ന് മാത്രമേ ഉള്ളൂ മുഖത്ത് കേട്ടോ. പിന്നെ ഞാനിതൊക്കെ ചെയ്യുന്നതിന് മുമ്പ്, പ്രോഗ്രാമിന് മുമ്പ് വീട്ടിലിരിക്കുമ്പോഴൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് തെറ്റോ ഇല്ലയോ എന്നുള്ള പേടി വേണ്ട. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, അവരുടെ മുഖത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ശരിയാവുമോ എന്ന്. ഇത് ഞാനിപ്പം 3-4 പ്രാവശ്യം മോളെ ഒരുക്കിയ ഒരു കോൺഫിഡൻസിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അപ്പം നമ്മളൊന്ന് വീട്ടിൽ ഇരിക്കുമ്പം പിള്ളേരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ പിന്നെ നമുക്ക് തെറ്റത്തില്ല. അപ്പം നമുക്ക് ശരിയാവുമോ ഇല്ലയോ എന്നൊന്നും നമ്മൾ കോമ്പറ്റീഷൻ സമയത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മോളെ ഒന്ന് ചുമ്മാ ഒന്ന് ഒരുക്കിയൊക്കെ നോക്കുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പേടിക്കണ്ട, ഹെയർ കെട്ടി നോക്കുക. ശരിക്കും ഇതൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്, കാരണം 1-2 പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല എക്സ്പേർട്ടാവും. അപ്പം പിന്നീട് നമുക്ക് നല്ലൊരു എന്താ പറയുക ആത്മവിശ്വാസമായിരിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഫോക്ക് ഡാൻസിന് മോളെ ഒരുക്കുന്നത്. അങ്ങനെ പ്രൈസും കിട്ടി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് മോളെ വേഷം മാറിയിട്ട് നമുക്ക് വേറൊരു ഡാൻസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, രാജസ്ഥാനി ഡാൻസ്. അപ്പോൾ അതിന് സ്കൂളിൽ നിന്ന് തന്നെയാണ് അവർ ഒരുക്കിയതൊക്കെ. അപ്പോൾ ഇതിന് ഇവർക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫോക്ക് ഡാൻസിന് 3rd പ്രൈസും ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. 3rd പ്രൈസിൻ്റെ അല്ല, മോൾക്ക് പ്രൈസ് കിട്ടിയതിലും ഞാൻ ഒരുക്കിയതിലും അവൾ പെർഫോം ചെയ്തതിലും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ.